രാജ്യത്തെ പോളിയോ വിമുക്തമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായുള്ള പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകിയായിരുന്നു ഉദ്ഘാടനം. കേരളത്തിൽ കഴിഞ്ഞ 26 വർഷമായി പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭാവിയിലെ സാധ്യതകൾ മുന്നിൽ കണ്ട് മുൻകരുതലുകൾ ശക്തമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പോളിയോ പ്രതിരോധത്തിനൊപ്പം നിപ്പ, ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരതത്തെ പോളിയോ വിമുക്തമാക്കുന്നതിനുള്ള ദേശവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷം അറിയിക്കുക. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നമ്മുടെ നഗരത്തിലെ നദികളെയും തോടുകളെയും മാലിന്യമുക്തമാക്കാനുള്ളൊരു പദ്ധതി രൂപം നൽകിയിട്ടുണ്ട്. നഗരസഭയുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഗരത്തിൻ്റെ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഈ ഡ്രൈനേജ് പൊട്ടിയൊഴുകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരുപാട് ജോലി നമുക്ക് ചെയ്യാനുണ്ട്. കാരണം ഇത് പോളിയോ മാത്രം നമുക്ക് നിയന്ത്രിച്ചാൽ പോരാ, ഒരുപാട് രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നത്. ഇപ്പോൾ ഷിഗല്ല നമുക്കറിയാം. ഷിഗല്ല വന്ന ഏതാണ്ട് 6ഓളം മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഈ 6ഓളം മരണങ്ങൾ എന്ന് പറയുന്നത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഒരു കണക്കെടുപ്പാണ്. 200-ൽ പരം രോഗികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന നിപ എന്ന രോഗം, ഡെങ്കിപ്പനി, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോൾ പോളിയോനെ മാത്രമല്ല മറ്റ് പകർച്ചവ്യാധികളെയും തടയേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം തന്നെ ഡെങ്കിയെ പറ്റി പറഞ്ഞു. കൊതുകുകൾ ആണ് ഡെങ്കി ഉണ്ടാക്കുന്നത്. കൊതുകില്ലെങ്കിൽ ഡെങ്കിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പകർച്ചവ്യാധികൾ തടയണമെങ്കിൽ ആരോഗ്യവകുപ്പ് മാത്രമല്ല, പല വകുപ്പുകളുടെയും സഹായ സഹകരണങ്ങൾ വേണം. അതിൽ പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കാരണം അതാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതും. വിദ്യാലയങ്ങൾക്കുണ്ട്. വിദ്യാലയങ്ങളിലെ കിണറുകൾ, ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ച സുൽത്താൻ ബത്തേരി LP വിദ്യാലയത്തിൽ ഞാൻ അവിടെ സൈറ്റിൽ പോയി നോക്കിയാൽ അവിടുത്തെ വെള്ളം പരിശോധിച്ചപ്പോൾ കിണറിലെ വെള്ളത്തിൽ ബാക്ടീരിയ കലർന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാലയങ്ങളുടെ കിണറുകളും പരിശോധിക്കപ്പെടണം. അപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷം ഒരു ഓർഡർ ഉണ്ടായിരുന്നു, വിദ്യാലയങ്ങളിൽ ഫുഡ് സേഫ്റ്റിക്കാർ പ്രവേശിക്കാൻ പാടില്ല. ഇനി പ്രവേശിക്കേണ്ടി വരും. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഭക്ഷണവും പരിശോധിക്കണം. കാരണം രോഗം പല രീതിയിൽ പടരുന്നുണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ശക്തമായിട്ട് പരിശോധന ആവശ്യമാണ്. അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് ഒരു പങ്കുണ്ട്. വൃത്തിഹീനമായിട്ട് ആ തട്ടുകടകൾ, സ്റ്റാർ ഹോട്ടലുകൾ, ഞാൻ പറയും 5 സ്റ്റാർ ഹോട്ടലുകളും അത്ര അടുക്കളയിൽ ചെല്ലുമ്പോൾ മറ്റ് ഹോട്ടലുകളൊക്കെ ഏതാണ്ട് സമാനാണെന്നാണ് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. നമ്മൾ വിചാരിക്കും, ഒന്നിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല, 5 സ്റ്റാർ ഹോട്ടലുകൾ, മികച്ച ഭക്ഷണം, മികച്ച സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം ഏതാണ്ട് അകത്ത് പരിശോധിച്ച ചില സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പറയും, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ പകർച്ചവ്യാധികളെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുൻകൈ എടുത്ത് ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിട്ടുള്ളത്. അതിൽ സ്വകാര്യ മേഖലയെ കൂടെ പങ്കാളിത്തം ഉണ്ട്. കാരണം ഇതിന് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോലെ സ്വകാര്യ ആശുപത്രികളിൽ സേവനം ആവശ്യമാണ്. പക്ഷെ എന്നാൽ ഗവൺമെൻറ് ആശുപത്രികളെ സ്വകാര്യ ആശുപത്രികളോടൊപ്പം സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതാണ് സർക്കാരിൻ്റെ നയം. അപ്പോൾ ഈ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ പോസ്റ്റ് ഒരു ഇതുള്ളത്, ഈ പോസ്റ്റിങ്ങിൻ്റെ കുറച്ച് തകരാറുകളുണ്ട്. വേണ്ടത്ര പോസ്റ്റുകളില്ല. ഡോക്ടർമാരുടെ ചില പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്.
നഴ്സുമാരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതെല്ലാം ഫില്ലപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികൾ നടക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തോടുകൂടെ എല്ലാ ജില്ലകളിലും DMOമാർ വന്നപ്പോൾ സ്ഥിരം ചോദിച്ചതെന്ന് ചോദ്യം അതാണ്. 5 ജില്ലകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. പക്ഷേ അതെല്ലാം ഇന്നലത്തോടുകൂടെ അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അത്യാവശ്യം വേണ്ട എല്ലാ പോസ്റ്റിങ്ങും നടത്താൻ ഉള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജിൻ്റെ ഈ വർഷം തന്നെ അംഗീകാരം കിട്ടാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ ഞാൻ ഉറപ്പ് നൽകുന്നില്ല. എങ്കിലും ഇന്നലെ അത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ 2ാമത്തെ മെഡിക്കൽ കോളേജ് ഈ ആശുപത്രിയെ കൂടെ ചേർത്തിട്ടാണ് ഞാനിതിവിടെ പറയാൻ കാരണം. ജനറൽ ആശുപത്രിയെയും തൈക്കാട് ഗവൺമെൻറ് ആശുപത്രിയെയും കൂടെ ചേർത്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജ്. അങ്ങനെ വരുമ്പോൾ ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് യാതൊരു ആശങ്കയ്ക്കും അവകാശമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2 വകുപ്പുകളുടെ അതിൽ ഉൾപ്പെടുന്നുള്ളത് വേണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്റ്റാറ്റസും നിലനിർത്തിക്കൊണ്ടായിരിക്കും. കഴിഞ്ഞ തവണ ഒരു ഏറ്റുമുട്ടിയിട്ടാണ് തുടങ്ങിയത്. ഇതാണ് ഞാൻ ഏറ്റുമുട്ടാനൊന്നുമില്ല. കാരണം എല്ലാവരും സഹകരിച്ചാലേ ഇതിപ്പോൾ നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ തുടക്കത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ പടർന്ന് പിടിച്ച പകർച്ചവ്യാധിയെ ഒരു പരിധി വരെ പിടിച്ച് കെട്ടാൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഭാഗ്യവശാൽ ഷിഗല്ലയുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്കാണ്. ഡോക്ടർമാർ മുതൽ തൂപ്പ് ജോലിക്കാർ വരെയുള്ളവരുടെ കോർഡിനേഷൻ കൊണ്ട് മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നല്ല രീതിയിൽ തന്നെ അക്കാര്യത്തിൽ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. നമുക്ക് രോഗപ്രതിരോധം ശക്തമാക്കണം. ഇനിയിപ്പോൾ ഈ വർഷം ഒരു തകരാറ് പറ്റി ഒരു ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി തൊട്ടാണ് ക്ലീനിങ് നടത്തേണ്ടത്. പക്ഷേ എല്ലാവരും ഒരു ഇലക്ഷൻ മൂഡിലായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നില്ല. പക്ഷെ അവസാനം കുറ്റം മുഴുവൻ എൻ്റെ തലയിലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, ഇനി അടുത്ത വർഷം ഇത് നമുക്ക് ശരിയാക്കാം. ഇത്തവണ ഒരു മുൻകരുതലോടെ നമുക്ക് അടുത്ത വർഷം ശരിയാക്കാം. ഒരു കാര്യം ഞാൻ പറയുന്നു, ആരോഗ്യ മേഖല അതിന് ചിലർക്ക് സംശയമുണ്ട്, സ്വകാര്യവൽക്കരിക്കുന്നു. അങ്ങനെ യാതൊരു സംശയവും വേണ്ട. ഈ മേഖല പൊതുമേഖലയിൽ ശക്തമായി നമ്മൾ മുന്നോട്ട്. അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങളുടെയും CSR ഫണ്ടുകൾ, ആ ഫണ്ടുകൾ നമുക്ക് വിനിയോഗിച്ച് സർക്കാർ ആശുപത്രിയിൽ നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കണം. കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ പോലെ ഡോക്ടർ വേണം. ഒരു കെട്ടിടം ഞാൻ ഇപ്പോൾ കണ്ട് ചില കെട്ടിടങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാനും ഇല്ല, ലൈറ്റും ഇല്ല, വെള്ളവും ഇല്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഏതൊരു ആശുപത്രിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോഴും അത് ഫുൾ ഫ്ലഡ്ജഡ് ആയിരിക്കണം. എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. അവിടത്തേക്ക് അത്യാവശ്യം ഡോക്ടർമാരും സ്റ്റാഫും ഉണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് നല്ലൊരു ടീമായി മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഇത്തവണത്തെ ഈ പൾസ് പോളിയോ ദിനത്തിൽ കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം, അതാണ് നമ്മുടെ പരമപ്രധാനമായിട്ട് ലക്ഷ്യം. ജനത്തിൻ്റെ ആരോഗ്യം, അതിൽ പ്രത്യേകിച്ച് കുട്ടികൾ, കാരണം ഭാവിയിലെ പൗരന്മാരാണ്. അവരുടെ ആരോഗ്യത്തിന് ഇതുപോലുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു.